മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലോട്ട് പോയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ഇ എ എന്ന് പറയുന്ന ലെറ്റേഴ്സിൻ്റെ കുറച്ച് വേർഡ്സുകൾ പഠിച്ചിരുന്നു. അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ ഇന്നത്തെ ക്ലാസ്സിലോട്ട് വരാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് കുറച്ച് വേർഡ്സും കൂടി നോക്കാൻ അല്ലേ. നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നാലോ? ഞാൻ പറഞ്ഞിരുന്നു, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഡബിൾ ഇ വരുമ്പോഴത്തേക്കും നേച്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആയിരിക്കും കൊടുക്കുന്നത്. ഇ എ ആണെങ്കിൽ വാട്ടർ, ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും എന്നും പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പം നേച്ചറും മറ്റ് അതർ കേസസിലും എല്ലാം എന്തോ ചെയ്യും, നേച്ചറും നേച്ചറിനെ പ്രകൃതിയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കുറിച്ചും ഒക്കെ എന്തതിനകത്ത് വരും, ഈ ഡബിൾ ഇയിൽ വരും. ഓക്കെ. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അതിനകത്ത് മോയിസ്റ്റ് ആയിട്ടുള്ളത്, കൂളായിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഐറ്റംസും ഇതിനകത്ത് വരും, ഇ എക്കകത്ത് വരും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ടർ, ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഇതും കൂടെ എഴുതി വെച്ചോണം. മോയിസ്റ്റും കൂളും ആയിട്ടുള്ള സംഭവങ്ങളും എന്തിൽ വരും? ഈ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് വരുന്ന വാക്കുകളിൽ വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ കരയത്തില്ലേ, കണ്ണീര് കണ്ണുനീര് വരത്തില്ലേ, അപ്പം അത് ഏതിനകത്ത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്? ഈ എക്കകത്ത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. കാരണം അതൊരു മോയിസ്റ്റ് ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പം അത് ഈ എക്കകത്ത് റിലേറ്റ് ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് വാക്കുകൾ നോക്കിയാലോ? നോക്കിക്കേ. ഫീറ്റ്, feel, eat, seed, eat, jeep, eat, week, eat, feel, eat, peel, eat, leak, eat, meek, പീക്ക്. കേട്ടോ? ഇങ്ങനത്തുള്ള വാക്കുകളെല്ലാം, ഇതെല്ലാം എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്കുകളാണ്? നേച്ചറിൻ്റെയും നേച്ചർ ആൻഡ് അതർ കേസസ് റിലേറ്റഡ് വേർഡ്സ് ആണ്. എന്തൊക്കെ? ഈ ഇയിൽ തുടങ്ങുന്ന വേർഡ്സ്. ഓക്കെ. ഇനി ഇ എ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാലോ? ട്രീറ്റ്, meal, leaf, bean, week, treat, seal, peach. കേട്ടോ? ക്ലിയർ ആയോ? ട്രീറ്റ്, പീൽ, meal, leaf, bean, week, treat, seal, peach. ഇതൊക്കെ എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്കുകൾ എന്നാ പറഞ്ഞിരുന്നു? ഫുഡ് ആൻഡ് വാട്ടർ, പിന്നെ മോയിസ്റ്റും കൂളും ആയിട്ടുള്ള അതും റിലേറ്റ് ചെയ്തിട്ടുള്ള വാക്കുകളായിരിക്കും ഈ എക്കകത്ത് വരുന്നത്. ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? ഡബിൾ ഇ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് അതർ കേസസ് റിലേറ്റഡ് വേർഡ്സ്. ഈ എ എന്ന് പറയുന്നത് ഫുഡ്, വാട്ടർ, മോയിസ്റ്റ് ആൻഡ് കൂൾ ഐറ്റംസ് റിലേറ്റഡ് ടു വേർഡ്സ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ടെൻഷൻ അടിക്കണ്ട. ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് വാക്കുകൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്തോ ചെയ്യും? ഒരുപാട് വാക്കുകൾ പഠിക്കും, ഒരുപാട് വാക്കുകൾ വായിക്കും, എഴുതും. അങ്ങനെ എഴുതി എന്തോ ചെയ്യും? നിങ്ങൾ പ്രാക്ടീസ് ആവും. അത്
അതുകൊണ്ട് നിങ്ങൾ ഇത് ഓർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. ഈയും കാരണം നിങ്ങൾ ഇനി നോക്കപ്പോഴത്തേക്ക് ഇത് തമ്മിൽ എന്താ ഡിഫറൻസ്, ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഇത് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ഞാൻ എടുത്തത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.